നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ റിയൽ റൂട്ട്സ്. Find the limits of the real roots of the equation x raised to 4 minus 7x cubed plus 10x square minus 30 equal to 0. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് കാണാനാണ്. ഇതിന്റെ ഈ ഇക്വേഷന്റെ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷന്റെ റിയൽ റൂട്ടുകളുടെ ലിമിറ്റ് കാണാൻ. അപ്പൊ റിയൽ റൂട്ടുകൾ പറയുമ്പോൾ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. അപ്പൊ അതിന്റെ അപ്പർ ലിമിറ്റ് വേണം, പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് വേണം, നെഗറ്റീവ് റൂട്ടുകളുടെ ലോവർ ലിമിറ്റും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം റിയൽ കോഎഫിഷ്യൻസ് ആണല്ലോ അല്ലേ, റിയൽ കോഎഫിഷ്യൻസ് ആണ്. ലീഡിങ് കോഎഫിഷ്യന്റ് ഇടയ്ക്ക് എയ്ത്ത് നിർത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കും. ലീഡിങ് ഇതിന്റെ കൂടെ എഴുതാണോ അങ്ങനെ അല്ല മുന്നത്തെ ശ്രദ്ധിക്കുന്നത് എന്താണ് മൾട്ടി ടാസ്കിങ് എന്തായാലും കഴിയില്ല. എന്താ എറോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ, എറോട്ട് ഇവിടെ 1 ആണ്, 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി f1 ന് പോസിറ്റീവ് ആക്കണം. ഇവിടെ f1 ആരാണ്? f1 ആരാണ്? a0 x plus a1 x minus 7 അല്ലേ. അപ്പൊ f1 of c ഒരു എന്താ c minus 7. ഇവിടെ c ആരെ കിട്ടേണ്ടി വരിക? 8 ഓ 7 തന്നെ എടുത്തൂടെ? നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ c ചൂസ് ചെയ്യാന്നല്ലേ. അപ്പൊ 7 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇത് 7 minus 7 0 എന്ന് വരും അല്ലേ. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. ഇതിന്റെ ഇടയിൽ ഒന്നും ഇല്ലല്ലോ, സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. 7 എടുത്തു, 1 minus 7 10 minus 30 അതുണ്ടോ? എക്സിനുണ്ട്, അത് എഴുതണേ. ഞാൻ എഴുതാം കേട്ടോ. 1 എടുത്ത് എഴുതി. 1 × 7 7 0 0 × 7 0 0 × 7 0 10 10 × 7 70 70 70 × 7 റിമൈൻഡർ ആയതുകൊണ്ട് അതിന് ബ്രാക്കറ്റ് ഇട്ട് കേട്ടോ. സോറി, ഒരു ഇതിലിട്ട് പെട്ടിയിലിട്ട്. ഓൾ ആർ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഇവിടെ 7 ആണ്. ഇവിടുത്തെ അപ്ലോ ലിമിറ്റോ 7 ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്. ഇനി അഥവാ അവിടെ റൂട്ട് റിയൽ റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 7 പോസിറ്റീവ് റൂട്ടുകൾ 7 അപ്പുറം പോകില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ലിമിറ്റാ കാണാനുള്ളത്. അപ്പോൾ അപ്പർ ലിമിറ്റ് കിട്ടി, ഇനി ലോവർ ലിമിറ്റ് വേണം. അപ്പോൾ നൗ വി വാണ്ട് ടു ഫൈൻഡ് അപ്പർ ലിമിറ്റ് അല്ലേ. അപ്പോൾ അപ്പർ ലിമിറ്റ് അതിന് താഴെ അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ അതായിരിക്കും മേലെ പോസിറ്റീവ് റൂട്ട്. ഇപ്പൊ ആ റൂട്ട്സിന് അതിന്റെ ഈ ഇതിന്റെ എന്റെ താഴേക്ക് റൂട്ട് വരാം. മൈനസ് ഇപ്പം നെഗറ്റീവ് റൂട്ടുകളുടെ ലോവർ ലിമിറ്റ് പറഞ്ഞാൽ -5 ആണെന്നുണ്ടെങ്കിൽ 5-നേക്കാൾ ഇങ്ങോട്ടേ വരുള്ളൂ, അപ്പുറത്ത് പോലെ -6 ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൗ വി വാണ്ട് ടു ഫൈൻഡ് ദ ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ്. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് x -5 കൊടുക്കണം അല്ലേ. ഏതിൽ? നമ്മുടെ ഇക്വേഷൻ 1. ഇക്വേഷൻ 1. അപ്പൊ ഇക്വേഷൻ 1 എന്തായി മാറി? -5 all raised to 4 minus 7 into -5 all cube plus 10 into -5 all square minus 30 equal to 0 എന്ന് വരും. ആണോ? ഇതിനെ 5 raised to 4 പോസിറ്റീവ് ആണ്,
-4 മൈനസ് ഇവിടെ മൈനസ് പുറത്തൊരു പ്ലസ് ആവും 7y ക്യൂബ് പ്ലസ് 10y മൈനസ് 30 ഈക്വൽ ടു 0 y സ്ക്വയർ ആണ് ഇക്വേഷൻ 2 തരും. ഇനി എന്താ ചെയ്തത്? ഈ ഇക്വേഷൻ 2ന്റെ പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കണ്ടാൽ മതി. ആ കിട്ടുന്ന അപ്പർ ലിമിറ്റ് ആയിരിക്കും അതിന്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും 1 എന്നുള്ള ഇക്വേഷന്റെ നെഗറ്റീവ് റൂട്ടുകളുടെ ലോവർ ലിമിറ്റ് ആയിട്ട് വരിക. ആണോ മിസ്സേ? ആണോ? എന്ത് കേട്ടില്ല? ഞാൻ തിരിച്ച് വൈദ്യുതേഷന് എന്തിനാ കിട്ടി? ഇതെന്തിനാണ് കണ്ടത്? To make F1 positive, ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ ആ ലെറ്റർ വോയിസ് കയറുന്ന നാല് കൂടി ആ സഫിനൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കുട്ടികളെ. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഈ F1 of C greater than or equal to 0 ആവണ C ചൂസ് ചെയ്യണം. C ആയിരിക്കും 1 എടുത്താൽ തന്നെ വരില്ലേ? 7 കൊടുക്കണം. 1 എടുത്താൽ പോരെ? മതി പോരെ? അല്ലേ y minus 7 അല്ലേ? y plus 7 അല്ലേ? 1 എടുത്താൽ മതി. അപ്പോൾ C ആയിട്ട് ചോദിക്കും ആരാ അല്ല മിസ് ചെയ്യുന്നത്? C പോസിറ്റീവ് ആണ്. ചൂസ് സ്റ്റെപ്പ് 1 ചൂസ് എ പോസിറ്റീവ് നമ്പർ C such that f1 of C equal to a0 C plus a1 greater than equal to 0. പോസിറ്റീവ് നമ്പർ ആണ്. 0 പോസിറ്റീവ് നെഗറ്റീവ് പറയും. ഓക്കേ പോസിറ്റീവ് നമ്പർ പ്രത്യേകം പറയണം. നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ നോക്കൂ ഇനി ഇതിനെ വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യണം അല്ലേ? 7 10 minus 30 0 അല്ലേ? 0 minus 30 ഇതിനെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്തോ? അല്ല ഞാൻ ഇനിയോ ആ 1 ന് 1 7 ആ ഇനി 18
into ഒന്ന് ഇവിടെ എത്ര വരുന്നേ മൈനസ് 12 അല്ലേ നെഗറ്റീവ് ആയ ഒരാൾ അപ്പോൾ സി ഈക്വൽ 1 അപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റില്ല അടുത്ത ആൾ ചൂസ് ചെയ്യണം ഇന്റർവെൽ 11:4 തരുള്ളൂ 12:4 9:00 വരും 10 മണിക്ക് നമുക്ക് ബ്രേക്ക് തരണം അല്ലേ upper limit ആവുന്നില്ല 1 is not upper limit choose c1 equal to 2 ആയി choose ചെയ്യാം again നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യാം 2 ന്റെ വരെ 1 7 10 0 minus 30 1 ഇറക്കിയത് 1 into 2 2 2 7 9 9 into 2 18 18 into 10 28 ആണ് 28 into 2 56 2 into 56 1 1 10 82 പോസിറ്റീവ് ആയി എല്ലാവരും പോസിറ്റീവ് ആയി 2 ആണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ് കിട്ടും അപ്പോൾ 2 is the upper limit of positive roots of അങ്ങനെ തന്നെ എഴുതണം കേട്ടോ positive roots of equation 2 therefore minus 2 is the lower limit of negative roots of മുക്സിന്റെ ഇതൊന്നും പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അപ്പോൾ എഫ് ഓഫ് വണ്ണിന് നമ്മൾ എക്സ് ആക്കിയിട്ട് എക്സ് മൈനസ് 7 എടുക്കുക അപ്പം എന്തെടുക്കുക അവിടെ എക്സ് കോയിഫിഷ്യന്റ് 1 ആണല്ലോ എക്സ് മൈനസ് 7 ആണല്ലോ എഫ് വൺ ഓഫ് എക്സ് റേസ് ടു 4 മൈനസ് 7 എക്സ് ക്യൂബ് അല്ലേ അതിന്റെ എക്സിന്റെ ഇത് കോയിഫിഷ്യന്റ് 1 അല്ലേ എക്സ് റേസ് ടു 4 കോയിഫിഷ്യന്റ് എഫ് വൺ ഓഫ് സി നമ്മൾ എടുക്കുക അപ്പം അവിടെ വാല്യൂ 1 ആയതുകൊണ്ട് സി മൈനസ് 7 എടുക്കുക അപ്പം സിന്റെ വാല്യൂ നമുക്ക് മാക്സിമം മിനിമം അപ്പൊ സി ഈക്വൽ ടു 7 പോലെ സി മൈനസ് 7 മൈനസ് 7 0 അല്ലേ മറ്റൊക്കെ നെഗറ്റീവ് വരുള്ളൂ നമുക്ക് പോസിറ്റീവ് പോസിറ്റീവ് മാത്രമേ പറ്റുള്ളൂ F1 of C to greater than or equal to 0 പറ്റുട്ടോ ഓക്കേ ഇനി ബാക്കി C7 ഇതിനെ നമ്മൾ സിന്തറ്റിക് ചെയ്തു എന്നിട്ട് പിന്നെ നമുക്ക് അപ്പോൾ പോസിറ്റീവ് 4 എല്ലാവരും പോസിറ്റീവ് ആയി അപ്പോൾ 7 ആണ് അടുത്ത അപ്പർ ലിമിറ്റ് എടുത്തു പിന്നെ ലോവർ ലിമിറ്റ് കാണാം അപ്പോൾ നമ്മൾ അതിനെ x = -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാറ്റി ഇത് അടുത്ത അപ്പർ ലിമിറ്റ് കണ്ടു ഓക്കേ ഇനി സെറ്റ് അപ്പർ ലിമിറ്റ് അല്ലേ അരെ ഏന അപ്പർ ടു അല്ലേ കാരണം അത് മാറ്റി ഞാൻ ബോർഡ് മാറ്റില്ല അടുത്ത വർഷം നോക്ക് അല്ല മിസ്സേ ഇതിപ്പോ നമ്മള് 7 കണ്ടേ അപ്പൊ ഇതിന്റെ അപ്പർ ലിമിറ്റ് ഈ ക്വസ്റ്റ്യന്റെ തന്നെ ലോവർ ലിമിറ്റ് അല്ലത് അത് നമുക്ക് നെഗറ്റീവ് കിട്ടിയാലോ C1 കൊടുത്തപ്പോൾ നെഗറ്റീവ് കിട്ടി
എന്താണ് മൈനസ് 2നേക്കാൾ വലുതും പിന്നെന്താണ് 7നേക്കാൾ ചെറുതുമായിരിക്കും റൂട്ട് വരിക ഈ ഇക്വേഷന്റെ റൂട്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ലീഡിംഗ് കോഎഫിഷ്യന്റ് മൈനസ് മതി. Find the limit of the real roots of the equation minus 6x raised to 4 plus 20x cube minus 6x square minus 5x plus 10 equal to 0. Okay. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതി minus 6x raised to 4 plus 20x cube minus 6x square minus 5x plus 10 equal to 0 നമ്മുടെ ഇക്വേഷൻ 1. നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആക്കണം. അപ്പോൾ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായി മാറി 6x raised to 4 minus 20x cube plus 6x square plus 5x minus 10 equal to 0 ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ മുമ്പ് ചെയ്ത അതേ മെത്തേഡില്ല 2 വരെ ചെയ്യാൻ പോകും. എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ലീഡിംഗ് കോഎഫിഷ്യന്റ് ആയല്ലോ. ഈ ഇക്വേഷൻ 2ന്റെ പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കാണാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. അപ്പർ ലിമിറ്റ് കിട്ടി. ഇനി ഇതിന് നമ്മൾ x ഉള്ളിടത്ത് -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ 3 കിട്ടും. അപ്പോൾ ഇക്വേഷൻ 3ന്റെ അപ്പർ ലിമിറ്റ് കാണാം. പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ അപ്പർ ലിമിറ്റ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 2ന്റെ ലോവർ ലിമിറ്റ് ആണോ? അല്ലേ? നമ്മൾ മാറ്റിയില്ലേ? ഇതിനെ പിന്നെ നോക്കൂല. ഇതിനെ മാറ്റി ലീഡിംഗ് കോഎഫിഷ്യന്റ് ഗ്രേറ്റർ ദാൻ 0 ആക്കിയിട്ടാണ് ചെയ്യുക. ഇപ്പൊ ഇതിനിപ്പോ നെഗറ്റീവ് റൂട്ട് ഇല്ല വിചാരിച്ചു മനസ്സിലാവില്ല നമ്മൾ എന്താ ചെയ്യുക? ലിമിറ്റ്സും ചോദിച്ചു. അപ്പൊ ലിമിറ്റ് മാത്രമേ നമ്മളോടിപ്പോ ലിമിറ്റ് കാണാനായിട്ട് പറഞ്ഞോളൂ. ഇത് ഏതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മാത്രം. അടുത്ത ഒരു സെക്ഷൻ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതേ കുറിച്ച് നമുക്ക് ഒന്നുകൂടി നമുക്ക് രണ്ട് കൂട്ടർക്ക് ഒരുമിച്ച് ആരംഭിക്കാം. എന്ത് ചെയ്യും? അപ്പോൾ F1 എടുത്തല്ലോ. ഇടയിലെ സ്റ്റെപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ. F1 എടുത്തു. F1 ആരെ വരെ a0x പ്ലസ് ക്ഷമിയില്ലേ? ഇവിടെ എന്ത് വരും? F1 of x എന്ത് വരും? 6x മൈനസ് 20. അപ്പോൾ ഇവിടെ ഞാൻ സി ആരായിട്ട് ചൂസ് ചെയ്യേണ്ടി വരും? സി ആരുടെ വരും? 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 6 മൈനസ് 20 വരും. 2 കൊടുക്കുമ്പോൾ 6 × 2 മൈനസ് 20 വരും. 6 × 3 അതും ആവില്ല അല്ലേ? 6 × 4 ആകുമ്പോൾ 24 മൈനസ് 20 വരും അല്ലേ? അപ്പോൾ 4 വരും. C = 4. ഇനി സിന്തറ്റിക് യൂസ് ചെയ്യാലോ. ഒരാൾ കൂടി ഇല്ലല്ലോ. റിയാസ് അല്ലേ? റിയാസ് നിങ്ങളാണ് വർത്താനം പറയേണ്ടത്. വേറെ ആരെയും വർത്താനം പറയേണ്ടത് നോക്കിയാ നേരെ വെക്കിയ സ്പെഷ്യലിൽ വരും ചെയ്യും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് പറയാനല്ല കഥകൾ. 6 എത്ര 24 4 × 4 16 22 88 93 372 362. അപ്പോൾ എന്താ എല്ലാവരും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഇവിടെ 4 തന്നെയാണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ് കിട്ടി. 4 ഈസ് ദ അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്. അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് ഇവിടെ മാറ്റണം കേട്ടോ. താന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ആവാം 5 ആവാം 6 ആവാം അങ്ങോട്ടുള്ള ആർക്കും അപ്പർ ലിമിറ്റ് ആവാം.
പക്ഷെ അതിലുള്ള ലീസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ എടുക്കുന്ന 4 അല്ലേ. അപ്പോൾ 4 ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കഴിഞ്ഞാൽ 4 മാത്രമാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുള്ളൂ എന്നായി മാറും. ഈസ്റ്റ് ആണ് അല്ലേ. അങ്ങനെയൊക്കെ എന്തിനാ കഷ്ടപ്പെട്ടെ? നമ്മളോട് ജസ്റ്റ് എന്താ ലിമിറ്റ് കാണാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ തെറ്റോ? അങ്ങനെ എഴുതണ്ട. എനിക്കറിയില്ല ഫുൾ മാർക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായി ഇനി ലോവർ ലിമിറ്റ് കാണണം അല്ലേ. ലോവർ ലിമിറ്റ് കാണാം. ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സിന്റെ കാണാം. അപ്പൊ ഞാൻ x -5 കൊടുത്തു. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ 2 എന്തായി മാറി? 6y⁴ plus 20y³ plus from bracket 6y² minus 5y minus n equal to 0 equation number 3 ആയോ. x ന് -5 കൊടുത്തപ്പോ 2 എന്തായി മാറി? ഇക്വേഷൻ 2 ഇതായി മാറി. ഇതിന് കൊടുക്കണം കേട്ടോ. ഇക്വേഷൻ 2 ല് കൊടുക്കണം, 1 ന് കൊടുക്കരുത്. 1 നെ നമ്മൾ ഈ ഇക്വേഷന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ 1 നെ ഒഴിവാക്കി. ഇനി നമ്മൾ 2 മേലാണ് ഇതാവുന്നത്. ഇനി to make ഇനി f1 പോസിറ്റീവ് ആക്കണം അല്ലേ. f1 of y ആരാ? 6y plus 20 എന്ന് വരും. അപ്പൊ c ആരെടുത്താൽ മതി? 1 മതി അല്ലേ. ഈ 1 ന്റെ ചെയ്സ് ഇക്വേഷൻ ചെയ്ത് c 26 minus 5 minus 10 1 6 6 6 26 26 into 6 26 32 വാല്യൂ ഇവിടെ ഉണ്ടായിരുന്നു. നന്നായില്ലേ നോക്കിയില്ലേ. എല്ലാം പോസിറ്റീവ് ആയോ? അപ്പൊ C1 ആണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഓഫ് C equal to 1 is an upper limit of positive roots of the equation 3. Okay, equation 3. Appo therefore -1 is an lower limit of എവിടേക്ക് എടുത്താ കൊടുത്തു അവിടെയൊക്കെ മാറ്റണം. ഇതാ കൊടുക്കരുത്. കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ് ഇതാ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് മാത്രമേ ഉള്ളൂ. ലോ ലിമിറ്റ് സുപ്രീമും ഈ ഇൻഫീമും ഒക്കെ ഉണ്ടല്ലോ, അതിന് മീനിങ് ഇല്ലാതായി പോകില്ലേ. നമ്മളതൊക്കെ കൺസിഡർ ചെയ്യണല്ലോ. എനിക്ക് തെറ്റിക്കരുതല്ലേ. വേറെ ഗ്രാമർ നോക്കി ഇതും ഇവിടെ ഉണ്ടാവണം കേട്ടോ. വേറെ ശരിയാട്ടോ. മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട് ഓഫ് ഏത് ഇക്വേഷനാ? ഏത് ഇക്വേഷനാണോ? ഏത് ഇക്വേഷന്റെ 3 മാറ്റിയില്ലേ? ലീഡിംഗ് കോഎഫിഷ്യന്റ് മാറ്റിയില്ലേ? പക്ഷെ നമ്മളെ അത് രണ്ട് സെയിം അല്ല. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലേ. ഇത് രണ്ട് സെയിം ആണ്. കാരണം അവിടെ 0 ആണ് ആർച്ചസിൽ. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇക്വേഷൻ ഒന്ന് സ്വന്തമാക്കാൻ പോകും. പക്ഷെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആക്കി മാറ്റിയിട്ടാണ് ചെയ്യാറ് ഈ കോഎഫിഷ്യന്റിനെ. ഓക്കെ, പക്ഷെ 1 ഉം 2 ഒരേ ആൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ലീഡിംഗ് കോഎഫിഷ്യന്റിനെ പോസിറ്റീവ് ആക്കിയിട്ടാണ് ചെയ്യുക. 1 അല്ല പോസിറ്റീവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഞാൻ പറയാം. അവിടെ എന്താ പറഞ്ഞേ? ഫൈൻഡ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് ദ പോസിറ്റീവ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ഫോർ നോക്ക്. x⁵5 minus 7x⁴ minus 100x³ minus 1000x² plus 10x minus 50 അല്ലേ. അപ്പൊ അവിടെ എന്താണ് നമുക്കൊരു c കുറച്ച് വലിയ ആളെ ചൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഹിന്റ് അവിടെ ഉണ്ട്. കാരണം എന്താണ് ആള് വലുതായില്ലേ, 1000 കാണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ലീഡിംഗ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. f1 എടുത്തു, x-7 കിട്ടി. ആ x-7 എന്താണ്?
പറഞ്ഞുതരാം. അപ്പൊ ഞാൻ 7 എടുത്തു എന്ന് നോക്കുക. 7 എടുത്താലും എന്താണ് എനിക്ക് നെഗറ്റീവ് വരുള്ളൂ. അപ്പൊ ഞാൻ 10 എടുത്ത് കയറ്റിട്ടു. 10 എടുത്തപ്പോ എന്തായാലും എനിക്ക് നെഗറ്റീവ് തന്നെ വരുന്നത് അല്ലേ? അപ്പൊ ഞാൻ നിർത്ത അങ്ങോട്ട് കാണുന്നില്ല, ഞാൻ അറിയാതെ കണ്ടുവച്ചതാണ്. അതിന്റെ ആവശ്യമില്ല അല്ല. പക്ഷെ നമുക്ക് ഏകദേശം എത്ര വാല്യൂ വരുന്നതൊക്കെ അറിയാമാണെങ്കിൽ കാണുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തൊരു ആവശ്യത്തിൽ ചെയ്തു വെച്ചതാണ്. കുഴപ്പമില്ല കേട്ടോ, അത് കറി ചെയ്താൽ മതി. എനിക്ക് ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇനി നോക്ക്, അടുത്ത ഞാൻ 20 ഇട്ടു. ഞാൻ എന്ത് കേട്ടോ 1000 ഒക്കെ വന്നതല്ലേ, അപ്പൊ അന്നെനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് 20 കയറ്റി എടുത്തു നോക്കി. അത് ഏതിന്റെ ഇടയിലാണ് അറിയില്ലല്ലോ. അപ്പൊ 20 എടുത്തപ്പോൾ എനിക്ക് ഒക്കെ പോസിറ്റീവ്. അപ്പൊ എന്തായാലും 20 ഒരു അപ്പർ ലിമിറ്റ്, അപ്പൊ അതിന് താഴത്തിൽ വരും അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കുറച്ച് 90 എടുത്തു. 90 എടുത്തപ്പോൾ എനിക്ക് പോസിറ്റീവ് വന്നു. അപ്പൊ 18 അപ്പൊ അതിലൂടെ താഴ്ത്തി കുറഞ്ഞു. 18 നോക്കി, പിന്നെ 17 നോക്കി, പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 16 വന്നു. അപ്പൊ ഇത് എന്ത് ചെയ്തു, 16 ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 17 ആണ് അവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പൊ തന്നെ 16 നെഗറ്റീവ്. ഇനിയിപ്പോ നോക്ക്, ഒരു 27 ഒക്കെയാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് നോക്കുക വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 10 എടുത്തു, ഒന്ന് ജസ്റ്റ് 20. അപ്പൊ നമ്മളവിടെ 10, 11, 12 അങ്ങനെ എടുത്ത് പോയവരറിഞ്ഞാറല്ലേ, ജസ്റ്റ് 20 എടുത്തു. പിന്നെ 20 താഴത്തേക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇതേപോലെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് എവിടെ കിട്ടില്ല തോന്നുകയാണെങ്കിൽ അത് വലിയ വാല്യൂ അവിടെ ആരാവണം ഇത് ക്യാൻസൽ ചെയ്യാൻ വാല്യൂ വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അത് അവനായിട്ട് ബുദ്ധിക്കനുസരിച്ച് ചെയ്യട്ടോ. ഇത് ജസ്റ്റ് എസ്സേന്റെ കുറച്ച്, അതായത് ഈ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇന്റഗ്രൽ റൂട്ട് കാണുക. ഇന്റഗ്രൽ റൂട്ട് ആയാലും റാഷണൽ റൂട്ട് ആണെങ്കിലും മോഡുലസ് റൂട്ട് ആണെങ്കിലും ഒക്കെ കാണാൻ ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഏത് കാണണമെന്നുണ്ടെങ്കിലും ഈ ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വേണം. ലിമിറ്റാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാത്തിനും ചെയ്യേണ്ടത്. ആ ലിമിറ്റിന്റെ ഉള്ളിലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതായിരിക്കും, അവിടെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Find the limit of the real roots of the equation 6x raised to 5 plus 27x raised to 4 minus 100x cube minus 200x minus 50 equal to 0 ആണല്ലോ. അപ്പൊ ഇവിടെ ലീഡിംഗ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. f1 6x plus 27 ആണ്. c equal to 1 എടുത്താൽ മതി അല്ലേ? 1 എടുത്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് -67 വരുന്നത് ആണോ? അപ്പൊ ആ ഒരു എന്താണ് 33ന്റെ സ്ഥാനത്ത് ഒരു 101 വരുന്ന രൂപത്തിൽ വരണം അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുക. ജസ്റ്റ് 2 എടുക്കുമ്പോൾ നമുക്കൊരു -78 വരെ വരുന്നത് 2 എടുക്കുമ്പോൾ അല്ലേ? അപ്പൊ 3 എടുക്കുമ്പോൾ തന്നെ വരാൻ മതി. 105 എല്ലാവരും പോസിറ്റീവ് ആയി. അപ്പൊ 3 ആണ് അവിടെ അപ്പർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് വേണം. ലോവർ ലിമിറ്റ് വേണം x -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 105 പോസിറ്റീവ് ആവുന്ന രൂപത്തിൽ നമ്മൾ c ചൂസ് ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, സിന്തറ്റിക് ഡിവിഷൻ യൂസ് ചെയ്യും. അവിടെ c 5 എടുത്ത് 5നെ ചെയ്യും, 5ന് കിട്ടില്ല. 6നെ ചെയ്യും, 6ന് കിട്ടില്ല. 7 ചെയ്യും, 7 കിട്ടുന്നുണ്ട് അല്ലേ? 7 ആണ് നോക്ക്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് -50 അല്ലേ ലാസ്റ്റ്? ഏതോ മിസ്റ്റേക്ക്. അതേപോലെ 365 അല്ലല്ലോ, 265 ലാസ്റ്റ് 7ല്. ശരിയാ. അതേപോലെ 50 അല്ല കൂട്ടല്ലേ വരിക? 360 വരില്ലേ? കൂട്ടല്ലേ ആണ്, പക്ഷെ -50 ആണ് വരിക. അവിടെ -50 ആ ഓക്കെ. നെഗറ്റീവ് മാറിയിട്ടുണ്ട്. വേറെ -50 ആയിട്ടാണ് വരിക. അപ്പൊ 265 വരില്ലേ? അപ്പൊ തിരുത്തുള്ളത് കുറെ തിരുത്താൻ -ഇട്ടിട്ട് പിന്നെ ഓർമ്മയുള്ളത് എന്തോ ഒന്നാണ്. അതാണ് പ്രശ്നം. പിന്നെ അതുപോലെ നോക്ക്, ഞാൻ നോക്ക് അതിൽ 2, 3 കൊടുത്തില്ലേ ഫസ്റ്റ് ഇതില്. അവിടെ 627 2 കൊടുത്തപ്പോൾ 627 -100 0 -200 -60. അതിന് തൊട്ടതായി ഞാൻ അവിടെ 22 97 ആണോ അവിടെ അതേ കോഎഫിഷ്യന്റ് അല്ലേ ചെയ്തത്. അടുത്ത് ഇതുമ്പോൾ മാറട്ടെ, വാല്യൂ
മാറൂലേ? ഇതേ ആക്കണ്ടോ? ആ അത് ശരി നേരത്തെ പറഞ്ഞു യോജിക്കാം. 22 മാറ്റാൻ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താ കേട്ടോ. ഇനി നോക്ക്, അപ്പൊ 7 265 ആക്കിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7 പറഞ്ഞാൽ 3ന്റെ പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് ആണ് കിട്ടിയത്. അപ്പൊ c -7 എന്താണ്? ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട് ഓഫ് സിറ്റുവേഷൻ പറയുന്നത് അല്ലേ? ഇനി അടുത്ത സെക്ഷൻ ലിമിറ്റ് ഫോർ മോഡുലെ ഓഫ് കോംപ്ലക്സ് വരിക. അത് കേസ് 2 വരിക. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ചെറിയൊരു ഓക്സിലറി ഇക്വേഷൻ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതൊക്കെ കയറ്റാനും വേണ്ടേ?